ഇപ്പുറത്ത് അമ്മയും സഹോദരന്മാരും നിൽക്കുന്നു പറയുമ്പോൾ യേശു ഉറക്കെ പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരൻ? എൻ്റെ വാക്കനുസരിച്ചൊരു ജീവിതം ക്രമപ്പെടുത്തുന്നത് എൻ്റെ അമ്മയും സഹോദരൻ. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, എവിടെ നിൻ്റെ സഹോദരൻ? തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. കുറഞ്ഞത് 2000 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ചെറുകഥയിലെ ആ ഉത്തമനായ പുരുഷൻ നമ്മുടെ ദിനപത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷനായി, വീണ്ടും പ്രത്യക്ഷനായി. നല്ല സമരക്കാരനാണ്. അപകടത്തിൽപ്പെട്ട മനുഷ്യരുടെ മീതെ സത്വര ശ്രദ്ധ ചെലുത്തുന്ന മനുഷ്യരെ അഭിനന്ദിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒക്കെ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ്, ഒരു റിവാർഡ് ഇങ്ങനെ നൽകുന്നുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന പേര് ഇയാളുടെ പേരാണ്, നല്ല സമരക്കാരൻ. 2012 തൊട്ടുള്ളൊരു സങ്കല്പം ഇതാ. ആ വർഷമാണ് സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി ചെല്ലുന്നത്. അപകടത്തിൽപ്പെട്ട മനുഷ്യരെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനകത്ത് പലപ്പോഴും മനുഷ്യരുടെ നിരാർദ്രതയോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയോ അല്ലെങ്കിൽ അഭംഗികളോ ഒന്നുമല്ല കാരണം, മറിച്ച് ഓരോരോ കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞെന്നാൽ അതിലൂടെ അവർക്ക് വരുന്ന ക്ലേശങ്ങൾ ഓർത്തിട്ടാണെന്നൊക്കെ ഉള്ള ഒരു നിരീക്ഷണത്തിന് മേതെയായിരുന്നു അത്. കോടതിയിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരിക, പോലീസിൻ്റെ ഇൻട്രോഗേഷന് വിധേയപ്പെടുക, ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനിയോട് സാക്ഷി പറയുക, ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ ബന്ധുക്കൾ വന്നില്ലെങ്കിൽ അവിടെ തന്നെ പെട്ടുപോകുക, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടി വരിക. അങ്ങനെ കുറേ അധികം കടമ്പകളുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന മനുഷ്യർക്ക്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നൂലാമാലകളിൽ പെടാൻ താല്പര്യമില്ലാത്തവർ പതുക്കെ അങ്ങനെ തെന്നിമാറുകയാണ്. അവരതിനകത്ത് ഒന്നിലും പെടില്ല. അവർക്ക് ഭരണകൂടത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഒക്കെ എല്ലാത്തരം സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ള ഒരു നിയമത്തിൻ്റെ പേരാണ് ഗുഡ് സമരിറ്റൻ ലോ. ആ ഗുഡ് സമരിറ്റൻ ലോയൊക്കെ നിങ്ങൾക്ക് സർക്കാരിൻ്റെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അത് ചില സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ പറയുന്നുണ്ട്, വളരെ ഷോക്കിംഗ്. അത് 10 വർഷത്തിനിടയിൽ ഇങ്ങനെ 13 ലക്ഷം പേര് നിരത്തിൽ ഇങ്ങനെ പൊലിഞ്ഞിട്ടുണ്ട്. ഊഹിക്കാവുന്നേ ഉള്ളൂ. നിശ്ചയമായിട്ടും അതിൽ ഒരു വലിയൊരു അളവെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്നെയായിരിക്കും. വയോധികർ, ഇങ്ങനെ കാൽനടക്കാരൊക്കെ ആയിരിക്കും വാഹന അപകടത്തിൽപ്പെടുക. വാഹനം ഓടിക്കുന്നവരും എതിരെ വരുന്നവരൊക്കെ വലിയൊരു അളവും ദേശത്തിൻ്റെ യൗവനക്കാർ തന്നെയായിരിക്കും. എന്തൊരു ഭീകരമായ ഒരു ലോസാണ് വാസ്തവത്തിൽ. യുദ്ധങ്ങളിൽ പോലും നമുക്ക് ഇത്രയും പേരെ നഷ്ടമായിട്ടുണ്ടാവില്ല. ഇങ്ങനെ 13 ലക്ഷം പേരെ 10 വർഷത്തിനിടയിൽ നഷ്ടമാകുമെന്ന് പറയുന്നത് എനിക്കൊന്ന് യുദ്ധത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പോലും പെടുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ എത്രയോ മുകളിലാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 1 മണിക്കൂറിനിടയിൽ 7 പേരെങ്കിലും ഇന്ത്യൻ നിരത്തുകളിൽ മരിക്കുന്ന പറയുന്നത്. ഇങ്ങനെ അപകടത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരു സുവർണ്ണ മണിക്കൂറുണ്ട്, ഗോൾഡൻ അവറുണ്ട്. ആ ഒരു 1 അവർ. അതിനിടയിൽ അടിയന്തിരമായൊരു ശ്രദ്ധ, ഒരു വൈദ്യശാസ്ത്ര പരിരക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഈ 50% പേരുടെയെങ്കിലും ജീവൻ പൊലിയാതെ അനാഥ കാക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതാണ് അതൊരു മീതെ പഠിക്കുന്നവരുടെ നിഗമനം. അവിടെയൊക്കെയാണ് ഈ എതിരെ വരുന്ന മനുഷ്യരുടെ വൈമുഖ്യം കൊണ്ട് ഇവരുടെയൊക്കെ ജീവിതം അപകടത്തിലാവുന്നത്. അപ്പോൾ അവരതിലേക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ പദ്ധതിയുടെ പേരാണ് ഈ ഗുഡ് സമരിറ്റൻ ലോ എന്ന് പറയുന്നത്. നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ച കണക്ക് 2000 വർഷം പഴക്കമുള്ള ഒരു കഥയിൽ നിന്നാണ് ഈ പദം ഇത്രയും ഭംഗിയായിട്ട് വർത്തമാനത്തിൽ റെസണേറ്റ് ചെയ്യുന്നത്. യേശു ഇങ്ങനെ ജീവിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും അതെപ്പോഴും ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മാത്രം കാര്യമായിട്ട് ഗണിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. ഓരോരോ കറണ്ടായ കാര്യങ്ങൾക്കകത്ത്, സ്വാധീനങ്ങൾക്കകത്തൊക്കെ അവൻ്റെ വാക്കുകൾക്ക് സംഭവിക്കുന്ന മുഴക്കവും യേശു ജീവിക്കുന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു അടയാളമായിട്ട് ഗണിക്കാവുന്ന, ഇല്ലെങ്കിൽ യേശുവിനെ കണക്കുള്ളവർക്ക് മരണമില്ലെന്നുള്ളതിൻ്റെ നല്ലൊരു അടയാളമായിട്ട് ഗണിക്കാവുന്ന. യേശു ഈ കഥ പറയുന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കുഞ്ഞു കാര്യം കൊണ്ട് സൂചിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കാൻ കരുതുക. ആ ഒരു ഉപമ ഒന്നുകൂടി ചെറുപ്പത്തിൽ വായിക്കുന്ന കണക്കല്ലല്ലോ, ഒരു ജീവിതത്തിൻ്റെ ഒരു
മധ്യവയസ്സിലോ സായന്ത്രങ്ങളിലൊക്കെ ഇരുന്ന് നമ്മൾ ആ കഥകൾ വായിക്കുക എന്ന് പറയുന്നത്. ഒരു സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അതിങ്ങനെ കുർബാനയ്ക്ക് മുമ്പായിട്ട് ചൊല്ലുന്ന ഒരു ഞാൻ വിഴാളി പ്രാർത്ഥനയുണ്ട്. കുമ്പസാരത്തിൻ്റെ ജപത്തിലൊക്കെ അത് ആവർത്തിക്കുന്നുണ്ട്. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഈ പറയുന്ന ഉദാസീനത കൊണ്ട് സംഭവിച്ച കുറേ അധികം കൈപ്പിഴകളുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു നമ്മുടെ കയ്യിൽ സംഭവിച്ച അകൃത്യങ്ങൾ മാത്രമാണ് പാപം എന്നുള്ളത്. ചെയ്ത അപരാധങ്ങൾ മാത്രമാണ് പാപം എന്നുള്ള തെറ്റിദ്ധാരണയാണ്, മിത്താണ് ആദ്യം ഇങ്ങനെ നമ്മൾ നേരിടേണ്ടത്. ചെയ്യാതെ പോയ സുഹൃത്തുക്കളെയും പാവമായിട്ട് ഗണിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വൈകാരിക പക്വത, ഒരു ആത്മീയ പക്വത നമ്മുടെ കാലം നമ്മളിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കള പറിക്കുന്നത് മാത്രമാണ് ഒരു ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെന്ന് ആരെങ്കിലും നിങ്ങൾ ധരിച്ചിരിക്കുന്നുണ്ടോ? കള പറിക്കാം, പ്രശ്നം അടുത്ത മഴയ്ക്ക് ഇതിനേക്കാൾ ശക്തമായ വേരുകളോട്, ഇതിനേക്കാൾ ശക്തമായ ശാഖകളോടും അത് ഉയർന്നു പൊങ്ങും. നിങ്ങൾ പറിച്ചു കളഞ്ഞ ആ നിലത്തിനകത്ത് നിങ്ങൾ എന്ത് പകരം നട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ എന്തുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട, പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ വിത്ത് ആ തരിശുമണ്ണിലേക്ക് നിങ്ങൾ എറിഞ്ഞിട്ടുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് യേശു വൃത്തിയാക്കിയ ഒരു വീടിൻ്റെയൊക്കെ കഥ പറയുന്നത്. ആ വീട് വൃത്തിയാക്കി അതിനകത്ത് നിന്ന് എല്ലാ അസ്ഥാരൂപികളും പുറത്തു പോയി കുറേ കാലം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരിക്കലുണ്ടായതിനേക്കാൾ ശക്തമായിട്ട് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും സാന്നിധ്യം ആ വീടിനകത്ത് കണ്ട് ആ വീടിൻ്റെ ഉടമ അമ്പരക്കുക. നിങ്ങൾ വൃത്തിയാക്കിയ മുറിക്കകത്ത്, നിങ്ങൾ വെക്കേറ്റ് ചെയ്ത മുറിക്കകത്ത് നിങ്ങൾ എന്ത് വെച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ഒരു പാത്രത്തിനകത്ത് കുറച്ച് പൂക്കളോ ഇലകളോ വെച്ചോ, ഒരു ചന്ദനത്തിരി കത്തിച്ചോ, ഇങ്ങനെ വാതിലൊക്കെ തുറന്ന് അതിനകത്തേക്ക് സൂര്യവെളിച്ചത്തെ സ്വാഗതം ചെയ്തോ, എന്ത് പ്രതിഷ്ഠിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട. നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു പാപമാണ് സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ നേരത്തെ മാത്രമല്ല, ഈ ജെറൂസലം ജെറിക്കോ എന്നൊക്കെ പറയുന്നത് ഒരു പാതയുടെ പേര് മാത്രമായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇൻഫാക്ട് അതൊരു പാതയുടെ പേര് തന്നെ നമുക്കൊക്കെ അറിയാം. ഒരു ബ്ലഡ് പാത്ത് എന്ന പേരിലൊക്കെ അത് അറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ കിങ് മരിക്കുന്നതിൻ്റെ തലേ രാവിലോ അതിന് തൊട്ടുമ്പത്തെ ദിനങ്ങളിലൊക്കെ എഴുതിയൊരു കുറിപ്പിലോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിലോ ഒക്കെ ഈ പറഞ്ഞ ഒരു പാതയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മുഴക്കമുള്ളൊരു വാക്കാണ് ജെറുസലേം ജെറീക്കോയിലേക്കുള്ള വഴി. നമ്മുടെ വീടിൻ്റെ മധ്യ കൂടിയാണ്, നമ്മുടെ സ്കൂളിന് മധ്യ കൂടിയാണ്, നമ്മുടെ ആതിരാലയങ്ങൾക്ക് മധ്യ കൂടിയാണെന്നൊക്കെ സങ്കല്പിക്കുക. അത് നമ്മുടെക്കിടയിലുള്ളൊരു പാത്താണ്. ഇങ്ങനെ ക്ലാസ് മുറിൽ പണ്ട് അധ്യാപകം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. എവിടെയാണ് ഈ ജെറൂസലേം ജെറീക്കോയിലേക്കുള്ള വഴി എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അത് നമുക്കിടയിലുള്ളൊരു വഴിയാണ്. അപ്പോൾ ആ നമുക്കിടയിലുള്ള ഒരു വഴിക്കകത്ത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒമിഷൻ കൊണ്ടോ നിരുത്തരവാദിത്തം കൊണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ള ആ പാളിച്ചകളൊക്കെ ഒന്ന് ഗൗരവമായിട്ട് എടുത്താന്നല്ല. കുറേ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറേ കൂടി ഇടപെട്ടിരുന്നെങ്കിൽ, കുറേ കൂടി കൃത്യസമയത്ത് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലൊക്കെ കാര്യങ്ങൾ കുറേ കൂടി ഭേദപ്പെട്ടേനെ. ഒരു നല്ലൊരു ചലച്ചിത്രം ഇങ്ങനെ കണ്ടൊരു സന്തോഷമൊക്കെ ഉണ്ട്. മൂവീസ് ദാറ്റ് മാറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. എൻ്റെ റിച്ചാർഡ് ലേനാർഡോ എന്ന് പറയുന്ന ഒരു യെസുർ വൈദ്യൻ്റെ, അത് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുള്ള സനാതന മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ കുറേ പ്രകാശം തരുന്ന ചിത്രങ്ങളുടെ പട്ടികയാണിത്. റീഡിങ് ഫിലിം ത്രൂ ദ ലെൻസ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ടാഗ് ലൈനിൽ നിന്നൊക്കെ ഒരു ഓർമ്മ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ മലയാളത്തിൽ വരുന്ന മിക്കവാറും ചിത്രങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ആ പട്ടികയിൽ ഇപ്പോൾ പെടുത്താമെന്ന് കരുതുക. മലയാളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയൊരു സർഗാത്മ ഇടത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു വ്യത്യാസം നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. ഈ ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ചും സനാതനമായ മൂല്യങ്ങളെക്കുറിച്ചും മാപ്പിനെക്കുറിച്ചുമൊക്കെ പറയാനായിട്ട് തയ്യാറാവുന്ന പുതിയ സൃഷ്ടികൾ ഈ ദേശത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം ഒരു പട്ടികയിൽ പരാമർശിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഈ കാണക്കാണെന്ന് പറഞ്ഞ ചിത്രം. സ്നേഹിതനായ സഞ്ജയും അദ്ദേഹത്തിൻ്റെ ബ്രദർ ബോബിയും പിന്നെ മനു അശോകോട് ചേർന്നിട്ടുള്ളൊരു ചിത്രമാണ്. അപ്പം അതിനകത്തും ഇങ്ങനെ അതിൻ്റെ ഒരു ഡ്രാമയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പറയാൻ ശ്രമിക്കുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒമിഷനാണ്. ഒരു കൃത്യസമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഈ സംരക്ഷിക്കാമായിരുന്നൊരു ജീവൻ, നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ കണക്ക് ആ ഗോൾഡൻ അവറിൽ ഇടപെടാതെ പോയൊരു മനുഷ്യൻ, അത് വാസ്തവത്തിൽ അയാളുടെ ഒരു സ്ട്രേഞ്ചറായ ഒരു വ്യക്തി പോലും ആയിരുന്നില്ല. അയാളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടൊരാൾ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബാധിയായിട്ട് ഒരാളുടെ മീതെ അയാൾക്ക് ഇടപെടാനായിട്ട് ഒരിത്തിരി വൈകിപ്പോയി. അതിനകത്ത് അയാളൊരു സെക്കൻഡ് ഇങ്ങനെ വളരെ ബോധപൂർവമുള്ളൊരു ഉദാസീനത ഉണ്ടാക്കി. അതിന് മീതെ ഇങ്ങനെ തീയിൽ വെന്ത പാദങ്ങളുമായിട്ട് മനുഷ്യർ നടക്കുന്നൊരു കഥയാണ് ഈ കാണക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഉപേക്ഷയ്ക്ക് ശേഷവും പിന്നീട് വീണ്ടും വിചാരം ഉണ്ടാകുമ്പോൾ
വലിയ കുറ്റബോധങ്ങൾ നമ്മളെ വേട്ടയാടുന്നൊക്കെ തന്നെയാണ് തോന്നുന്നത്. നിശ്ചയമായിട്ടും അത്തരം ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് മനസ്സിലേക്ക് വരുന്നുണ്ട്. കുറേ കൂടി നന്നായിട്ട് ഇടപെടാമായിരുന്നു. അപ്പോൾ അതൊക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ മരപ്പണിക്കാരൻ പറഞ്ഞ ആ കഥയിലേക്ക് തന്നെ വരാം. എൻ്റെ ഒരു ആരംഭം ഇങ്ങനെയാണ്. ആരാണ് അയൽക്കാരൻ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു കഥ പറയുന്നത്. പക്ഷേ പുതിയ നിയമമാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ റീവിസിറ്റ് ചെയ്ത് വിളിക്കുന്ന വാക്കാണ് പുതിയ നിയമം. എല്ലാത്തിനും പുതിയ ഭാഷ ഉണ്ടാവുകയാണ്. യേശു തന്നെ പറയുന്ന കണക്ക് നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. ഇന്നോളം കേട്ട ഒരു സെൻസിബിലിറ്റിയോ ഇന്നോളം മനസ്സിലാക്കിയ ചില കാര്യങ്ങളോ അല്ല അവിടെ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ കണക്കൊരു പുതിയ നിയമം സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആരാ സഹോദരൻ എന്ന് പറയുന്നത്? ആ വാക്ക് സൂചിപ്പിക്കുന്ന കണക്ക് ഒരേ ഉദരത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ് സഹോദരൻ. ഒരേ അമ്മയുടെ ഉദരത്തിൻ്റെ ഉദരം, ഒരേ ഉദരം ഷെയർ ചെയ്യുന്നതൊക്കെ ആ വാക്കിൻ്റെ അർത്ഥം. യേശു പക്ഷേ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. യേശു തന്നെ ആ ചോദ്യം ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ്. പുറത്ത് അമ്മയും സഹോദരന്മാരും നിൽക്കുന്നു പറയുമ്പോൾ യേശു ഉറക്കെ പറയുകയാണ്, ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? എൻ്റെ വാക്കനുസരിച്ചൊരു ജീവിതം ക്രമപ്പെടുത്തുന്നതാണ് എൻ്റെ അമ്മയും സഹോദരനും. അപ്പോൾ ഒരു കൂരക്കകത്ത് പാർക്കുന്നതോ ഒരു കുടുംബത്തിൽ സിബ്ലിങ്സായിട്ട് ജീവിക്കുന്നതോ ഒരു അമ്മയുടെ മക്കളായിട്ട് പറഞ്ഞ ഒന്നും വാസ്തവത്തിൽ സാഹോദര്യത്തിന് മാനദണ്ഡമാണെന്നില്ല. നിങ്ങൾ ഒരേ ദിശയിലാണോ സഞ്ചരിക്കുന്നത്? നിങ്ങളൊരു വ്യക്തമായ ലക്ഷ്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ സഞ്ചരിക്കുന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട. എല്ലാത്തിനകത്തും ഒരു റീഡിഫൈനിങ്, ഒരു റീവിസിറ്റ് നടക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പുതിയ എന്ന് പറയുന്നത്. ഒക്കെ ആ പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുക. അധികാരം, നിലവിൽ അധികാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? നിങ്ങൾക്ക് മനുഷ്യരെ കീഴ്പ്പെടുത്താനായിട്ട് ലഭിക്കുന്ന വലിയ അവകാശത്തിൻ്റെ പേരായിരുന്നു അധികാരം. പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ അവസാനിക്കുന്നത്? ആ പുസ്തകം തരുമ്പോൾ അയാളിങ്ങനെ മേൽക്കച്ച ഉരിഞ്ഞു മാറ്റി അരക്കച്ച കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് ഓരോരുത്തരുടെയും വിണ്ടുകീറിയ കാൽപ്പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ചെയ്യുക. അധികാരം എന്ന് പറഞ്ഞൊരു സംഭവം ഈ മനുഷ്യ സേവനത്തിന് വേണ്ടിയാണ്, മനുഷ്യൻ്റെ പാദം കഴുകാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഇത്രയും കാലമുള്ള അധികാര സങ്കല്പങ്ങൾ ഇങ്ങനെ ഒരു കാറ്റത്തിങ്ങനെ നിശ്ചയമായിട്ടും വേരുകളില്ലാതെ ഒരു പോതുള്ള മരം കണക്ക് നിലംപതിക്കുക. പുതിയൊരു കാറ്റിൻ്റെ, പുതിയൊരു സെൻസിബിലിറ്റിയുടെ പേരാണ് പുതിയ നിയമം. അതിനകത്ത് വെച്ച് തന്നെയാണ് ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. ആരാണ് അയൽക്കാരൻ? പുതിയ കാര്യം തന്നെ കേൾക്കണം. ഇത്രയും കാര്യമുള്ള അയൽവക്ക സങ്കല്പങ്ങളും നിശ്ചയമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടുന്ന വിധത്തിലൊരു പുതിയ കാര്യം പറഞ്ഞു കൊടുക്കുക യേശു. ഇന്നലെ ഒരു അയൽവക്കം എന്ന് പറയുന്ന ആരായിരുന്നു? എൻ്റെ മതിലിനപ്പുറമുള്ള ഒരാൾ. ഏതെങ്കിലും തരത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ടോ ഭാഷാപരമായിട്ടോ എൻ്റെ അരികത്ത് പാർക്കുന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നതാണ് എൻ്റെ അയൽക്കാരൻ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നിങ്ങളുടെ കരുണയും ഇടപെടൽ ആവശ്യമുള്ള ഭൂമിയിൽ ഏതൊരു മനുഷ്യനും നിങ്ങൾ അയൽക്കാരനാണ്. അങ്ങനെയാണ് ജെറുസലേമിൽ ജെറീക്കിലേക്ക് പോയ ആളുടെ കഥ പറയുന്നത്. അപകടം പിടിച്ച ഒരു പാതയാണിത്. ഈ ബ്ലഡ് പാത്ത് എന്ന പേരിലൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ഇങ്ങനെ കള്ളന്മാരുടെയൊക്കെ ഒരു ഇടമായിട്ട് തന്നെയാണ് അത് എല്ലാ കാലങ്ങളും പരിഗണിക്കപ്പെട്ടിരുന്നത്. അവിടെ ഒരു മനുഷ്യൻ നിരത്തിൽ ഇങ്ങനെ ഇവരുടെ കയ്യിൽ പെട്ട് അവരിങ്ങനെ അയാൾ അർത്ഥപ്രാണനായിട്ട് ഇങ്ങനെ പാതി ജീവനും മരണത്തിനും ഇടയിൽ ഇട്ടിട്ട് പോവുകയാണ് വാസ്തവത്തിൽ. ആരൊക്കെയാണ് ഈ നിരത്തിലൂടെ പോകുന്നത് നമ്മളൊന്ന് ഓർത്താന്നല്ലാണ്. ആദ്യം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ ഉത്തരവാദിത്തമുണ്ടെന്ന് കരുതുന്ന, വളരെയേറെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കരുതുന്ന, അല്ലെങ്കിൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിലൊക്കെ നിൽക്കുന്ന കരുതുന്ന മനുഷ്യരാണ് ഒരു പുരോഹിതനും ഒരു ലേവ്യ. രണ്ടുപേരും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇത്രയും തിടുക്കത്തിൽ പള്ളിയിലേക്ക് പോകുന്ന അവരിങ്ങനെ മനുഷ്യനെതിരായിട്ട് മുഖം തിരിച്ചെന്നുള്ളത് വാസ്തവത്തിൽ പള്ളിയിൽ പോകുന്നവർക്ക് വേണ്ടിയുള്ള ആത്മശോധനക്കുള്ള വിഷയമാണ്. പള്ളിയിലേക്ക് പോകാനുള്ള ആ തിടുക്കത്തിനിടയിൽ ഈ മനുഷ്യരിൽ നമ്മൾ അകന്നു പോകുന്നുണ്ടോ ഇല്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. കേൾക്കുമ്പോൾ കുറച്ചൊരു ഫലിതങ്ങളൊക്കെ തോന്നിയാൽ അത്ര ഫലിതമില്ലാത്തൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ പള്ളിവാതിക്കലിരുന്നു കൊണ്ട് ഭിക്ഷ യാചിക്കുകയാണ്. മനുഷ്യർ പള്ളിയിൽ നിന്നിറങ്ങി ജോലിക്ക് പോകേണ്ട തിടുക്കത്തിനിടയിൽ ഇയാൾ ശ്രദ്ധിക്കുന്നേയില്ല. അയാളുടെ ഒരു പൊക്കണത്തിലേക്ക് ഒന്നും അവർ നിക്ഷേപിക്കുന്നില്ല. അന്ത്യാകുമ്പോൾ ഈ മനുഷ്യൻ കുറേ മദ്യപാനികൾ പാർക്കുന്ന ഇടത്തിൽ ചെന്ന് ഭിക്ഷയ്ക്ക് വേണ്ടിയിരിക്കുന്നു. കുറച്ചൊക്കെ ഒരു അത്തരം ഒരു കാര്യത്തിന് ശേഷം ഇവർക്ക് വലിയ സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അവരിങ്ങനെ വലിയ അളവിൽ ഇയാളുടെ കൈ വെള്ളയിലേക്ക് ഇങ്ങനെ നാണയങ്ങൾ ഇട്ട് കൊടുക്കുന്നു. രാത്രി ഇയാൾ ദൈവത്തോട് പരാതി പറയുകയാണ്, ദൈവമേ വലിയ രസമുള്ള കാര്യമാണ് അങ്ങയുടേത്. അങ്ങ് ഒരിടത്ത് അഡ്രസ്സ് തരുന്നു, എന്നിട്ട് മറ്റൊരിടത്താണ് പാർക്കുന്നത്. പള്ളിയുടെ അഡ്രസ്സ് തരുന്നെങ്കിലും അങ്ങ് സ്റ്റേ ചെയ്യുന്നത് ഇത് കണക്കുള്ള ഒരു പക്ഷേ സമൂഹം അത്ര കുലീനമായിട്ട് കണക്കാക്കാത്ത മനുഷ്യർ തരുവില്ല. ഇതൊരു ആരോപണ വാസ്തവത്തിൽ.
ദൈവവുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്കകത്ത് എത്ര വിമുഖത പുലർത്തുന്നുള്ള ഒരു വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടാവും. ഈ ഇതൊരു മരിച്ചൊരു മനുഷ്യനാണെന്ന് തന്നെ ഇരിക്കട്ടെ, മരിച്ച ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുകൾക്കകത്തും പങ്കെടുക്കാനാവില്ല എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. നമ്മുടെ നാട്ടിൽ പുലയെന്നോ വിലയെന്നൊക്കെ പറഞ്ഞ നമുക്കൊരു സംഭവമായത്. അപ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്ത് നിങ്ങളെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് എന്തൊരു കഠിനമായ തലവരെയാണ്, എന്തൊരു കഠിനമായ പ്രതിസന്ധിയാണ്. അങ്ങനെ ഓരോരുത്തരും തെന്നി മാറുമ്പോൾ കഥയിലെ എല്ലാ കാലത്തിലേക്കും നല്ലവനായ മനുഷ്യൻ വരുന്നു. ഇപ്പോഴും അയാളുടെ പേരിലാണ് എല്ലാ നന്മകളും അറിയപ്പെടുന്നത്. ഒരു ചെറിയ കുട്ടി ഒരു വൃദ്ധയെ കൈക്ക് പിടിച്ച് റോഡ് കുറുകെ കടന്നാലും നമ്മൾ പറയും ആ കുഞ്ഞൊരു നല്ല സമരക്കാരനാണ്. അവിടം തൊട്ട് മനുഷ്യൻ്റെ മീതെ നിഷ്കാമമായിട്ട് പരോന്മുഖതയോട് ജീവിക്കാൻ പറ്റുന്ന എല്ലാ ഇടങ്ങളിലും ആ വാക്കിന് വല്ലാത്ത മുഴക്കമുണ്ട്. അയാൾ ഈ നിരത്തിലേക്ക് വരുന്നു, അയാൾക്കും അയാളുടെ ഉത്തരവാദിത്തങ്ങളുണ്ടാവാം, അയാളും വ്യാപാരത്തിന് പോകുന്നതന്നെ ആയിരിക്കാം. പക്ഷെ അയാൾ ഈ നേരത്തെ നടന്നു പോയതിൽ നിന്ന് ഭേദപ്പെട്ടൊരു വിചാരത്തിലേക്ക് എത്തുക. നേരത്തെ നടന്നു പോയവർ വിചാരിക്കുന്നത് ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പറ്റും. ഇയാൾ ആ ചോദ്യം വേറൊരു റിവേഴ്സ് ഇടത്തിൽ നിന്നാണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഇവൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇയാൾക്കെന്ത് സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഭൂമിയിൽ എല്ലാത്തരം മനുഷ്യരെയും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. വ്യവസ്ഥയിലൊക്കെ പറയുന്ന കണക്ക് എല്ലാത്തിനൊടുവിൽ രണ്ടായിട്ടുള്ള ഒരു തരംതിരിവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരു കൂട്ടർ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്ത് നഷ്ടമാകുമെന്ന് വ്യാകുലപ്പെടുന്നവർ. രണ്ട്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റുമെന്ന് വ്യാകുലപ്പെടുന്നവർ. ഇങ്ങനെ രണ്ട് തിരിവുകളേ ഉള്ളൂ മാനവരാശിയുടെ ഈ നിരത്തിലെന്നാണ് ഞാൻ വിചാരിക്കുക. ചോദ്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പോസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇടപെട്ടില്ലെങ്കിൽ, ഇപ്പം ഈ ഒരു കാര്യത്തിനകത്ത് എൻ്റെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്നാ പറ്റും. കാലാകാലങ്ങളായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, എവിടെ നിൻ്റെ സഹോദരൻ? ഞാനോ അവൻ്റെ കാവൽക്കാരൻ? ഈ കാവൽക്കാരനല്ല എന്ന് പറയുന്ന ആ നിമിഷം അയാളുടെ മീതെ വരുന്നൊരു വല്ലാത്തൊരു ഒരു ഒരു അത്ര നല്ലതല്ലാത്തൊരു വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണത്? നീ അലയുന്നവനായിരിക്കും. ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ നമ്മുടെ ഒരു നിരുത്തരവാദിത്തം കൊണ്ട്, നമ്മുടെ ഒരു ഉപേക്ഷ കൊണ്ട്, നമ്മുടെ ഉദാസീനത കൊണ്ടൊക്കെ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുന്നാൽ പിന്നെ നമ്മുടെ തലവര എന്താണ്? അലയുക എന്നുള്ളത് മാത്രം. ബൈബിളിൽ അലയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ റെസ്റ്റ്ലെസ് അണ്ടിൽ ഡെത്ത് എന്നുള്ള. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കാനും സമാധാനത്തിൽ കടന്നു പോകാനുമാണ്. അതിലേക്ക് ഈ കുറുക്ക് വഴികളില്ല. ഈ പരോന്മുഖത എന്ന് പറയുന്ന ഒരു കാര്യം, അപരനിലേക്ക് എന്ന് പറയുന്ന, ആൾട്രൂയിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാരണമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് സമാധാനം ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു കാര്യം കൂടി ഇതിനകത്തൊന്ന് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിൽ വെക്കണം. ഈ കഥയിൽ നല്ലവനെന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഏറ്റവും അകൽച്ചയോടും വെറുപ്പോടും കണ്ടിരുന്ന ഒരാളാണ്. ഇവർക്കിടയിൽ എന്നും ഉണ്ടായിരുന്നില്ല. രണ്ട് ദേശങ്ങളല്ല ജുഡയ എന്നും സമരിയ എന്ന് പറയുന്ന രണ്ട് മതങ്ങളാണ് വാസ്തവല്ലേ. ഒരേ മതത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിട്ട് രണ്ട് റൈവലറി ഉണ്ടാകുന്ന രണ്ട് മതങ്ങൾ തന്നെയായത്. ഇപ്പോഴും എൻ്റെ ഒരു ധാരണ അടുത്ത കാലം വരെ ഈ പറഞ്ഞ കണക്ക് സമരിയ മതം ഇല്ലെന്നൊരു ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ തന്നെ മുമ്പുള്ള ചില പ്രഭാഷണങ്ങളിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപക്ഷെ അംഗബലത്തിൽ കുറവാണെങ്കിലും ഇങ്ങനെ ഒരു സമൂഹ നിലയിലുള്ളൊരു മതമാണ് ഈ സമരിയ മതം എന്ന് പറയുന്നത്. ഒരു കൂട്ടർക്ക് ഈ പറഞ്ഞ ജെറുസലേമാണ് അവരുടെ ഹോളി സ്പേസ്. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടേതായ ഒരു മലമുകളുണ്ട്. ഇവർക്കിടയിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ട്. ഗെരിസം എന്ന് പറയുന്ന ഒരു മലമുകൾ. അതുകൊണ്ടാണ് സമരക്കാരെ സേവിക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ജെറുസലേമിൽ പോകുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഗെരിസിം മലയിലേക്ക് പോകുന്നു. ഏതാണ് യഥാർത്ഥമായ ആരാധന എന്നൊക്കെ ചോദിക്കുന്നത് ഈ റൈവലിൽ നിന്ന് തന്നെയാണ്. ഈ കഥയ്ക്കകത്ത് ഈ പറഞ്ഞ ഹൊസ്റ്റൈറ്റിൽ നിലനിർത്തിയിരുന്ന ആ മനുഷ്യനാണ് ഏറ്റവും നല്ല കഥാപാത്രമായിട്ട് മാറുന്നത്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഒരു കാലത്ത് നമ്മൾ പുലർത്തേണ്ട ഏറ്റവും ആത്മീയമായ പക്വത എന്ന് പറയുന്നത് കഥകൾ പറയുമ്പോൾ ഇതര മതങ്ങളിലെ നല്ല മനുഷ്യ കഥകൾ പറയുക. അത്തരം കഥകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടാത്ത വിധത്തിൽ മനുഷ്യരിങ്ങനെ അടഞ്ഞു പോവുകയാണ്. നമ്മുടെ കണക്കൊരു ദേശത്ത് ജീവിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കേട്ടില്ലെങ്കിൽ
വിവേകാനന്ദനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിലൊക്കെ അതൊരു വലിയൊരു അഭിമാനമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പാർക്കുന്ന ഇതര മതങ്ങളിലുള്ള ആ നല്ലവർക്കുള്ള വാഴ്ത്തിൻ്റെയൊക്കെ ഒരു തെളിച്ചം കൂടി ഈ കഥക്കകത്തുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇതര മതങ്ങളിലെ ഭംഗിയുള്ള മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചുകൂടാ? അങ്ങനെ വിശാലതയോടുകൂടി നമ്മൾ വളരാനായിട്ട് നമ്മളെ മക്കളെ പ്രേരിപ്പിച്ചുകൂടാ? ഈ കഥക്കകത്ത് യേശുവിൻ്റെ നാവിലൂടെ ഒരുപക്ഷെ സമരിയ എന്ന് പറഞ്ഞൊരു മതമുണ്ടെന്ന് പോലും അറിയാത്തവർക്കും അങ്ങനെ ഒരു സിസ്റ്റമോ ഒരു സമ്പ്രദായമോ ദേശമോ ഉണ്ടായിരുന്നുള്ള ഒരു തിരുശേഷിപ്പെന്ന് പറയുന്നത് ഈ കഥക്കകത്ത് അവിടുന്ന് കാണിച്ച ആ ഭംഗിയുള്ള ഒരു വിവേചനം കൊണ്ടാണ്, ആ ഭംഗിയുള്ള ഭാവന കൊണ്ടാണ്. ആ കഥയിലെ ആ നല്ല മനുഷ്യൻ ഇതര മതത്തിൽപ്പെട്ടതായിരുന്നു. ഇതര മതത്തിലെ നല്ല മനുഷ്യരെ കാണാനും സ്വീകരിക്കാനും ആശ്ലേഷിക്കാനും പറ്റുന്ന വലിപ്പം കൂടി ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ നല്ല സമരിയാക്കാരൻ്റെ കൊച്ചു വർത്താനം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.